ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ പുഴയും കടന്ന സീരിയലിന്റെ ഈ ആഴ്ചത്തെ കഥയിലേക്ക് സ്വാഗതം. ഒരു കുടുംബത്തിന്റെ താങ്ങും തണലുമായ ഗ്രഹനാഥന്റെ മരണം. കൂട്ടുകാരനായ ജയപാലന്റെ കൊടും ചതിയിൽ തകർന്നുപോയ അരവിന്ദൻ ഉറക്കത്തിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുകയാണ്. ഗംഗയുടെ വിവാഹ നിശ്ചയത്തിന്റെ അന്നാണ് അരവിന്ദന്റെ മരണം. നിവിനും വിനീതും കാവേരിയും അരവിന്ദനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുവെങ്കിലും അരവിന്ദനെ രക്ഷിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും അരവിന്ദൻ മരിച്ചിരുന്നു. തുടർന്ന് ആംബുലൻസിൽ അരവിന്ദന്റെ ബോഡി വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് അവർ. അത് കണ്ട് ഞെട്ടി പൊട്ടിക്കരഞ്ഞ് അരികിലേക്ക് ഓടി വരികയാണ് ശാരദയും യമുനയും മുത്തശ്ശിയും നിളയുമെല്ലാം. ഗംഗയും ഹൃദയം തകർന്ന് അവിടേക്ക് ഓടി വരികയാണ്. അവർ പൊട്ടിക്കരഞ്ഞ് അരവിന്ദനെ തട്ടി വിളിക്കുകയാണ്. അരവിന്ദേട്ടന്റെ മരണം താങ്ങാനാകാതെ ബോധം കെട്ട് വീഴുകയാണ് ശാരദ. വിനീതും നിവിനും അരവിന്ദന്റെ ബോഡി അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ശാരദയെ താങ്ങി പിടിച്ച് അകത്തേക്ക് കൊണ്ടുവരികയാണ് കാവേരിയും ഗംഗയും യമുനയും എല്ലാം. തുടർന്ന് അരവിന്ദന്റെ ബോഡിയുടെ അരികിലിരുന്ന് പൊട്ടിക്കരയുകയാണ് എല്ലാവരും. വാക്കു മുഴുവിക്കാതെ ആ അച്ഛൻ കടന്നു പോകുമ്പോൾ ഇനി മുന്നോട്ട് എങ്ങനെയെന്നുള്ള ചോദ്യവുമായി നിൽക്കുകയാണ് അരവിന്ദന്റെ കുടുംബം. തുടർന്ന് പൊട്ടിക്കരഞ്ഞ് റൂമിലേക്ക് വന്ന ഗംഗ തന്റെ ആഭരണങ്ങളെല്ലാം ഊരി വലിച്ചെറിഞ്ഞ് കയ്യിൽ കിട്ടുന്നതെല്ലാം എടുത്ത് വലിച്ചെറിയുകയാണ്. ഇത് കണ്ട് പൊട്ടിക്കരഞ്ഞ് അവിടേക്ക് വരികയാണ് കാവേരി. ജനലിന്റെ അരികിലേക്ക് വന്ന വിനീത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഗംഗയെ ശ്രദ്ധിക്കുകയാണ്. കാവേരിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ഗംഗ പറയുന്നു, എനിക്ക് നിശ്ചയവും വേണ്ട, കല്യാണവും വേണ്ട, വേറൊന്നും വേണ്ട, എനിക്ക് എന്റെ അച്ഛനെ തിരിച്ചുതാ. ഇത് കേട്ട് ഗംഗയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് കാവേരി. ഇത് കണ്ട് കണ്ണു നിറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് വിനീത്. തുടർന്ന് കണ്ണു നിറഞ്ഞ വിഷമത്തോടുകൂടി അരവിന്ദന്റെ വീട്ടിൽ നിൽക്കുകയാണ് ജയപാലന്റെ ഭാര്യ പ്രവീണയും മകൻ വിശാലും. കുറച്ചങ്ങോട്ടേക്ക് മാറി നിന്ന് വിശാൽ ജയപാലന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. ഫോൺ അറ്റൻഡ് ചെയ്ത ജയപാലനോട് വിശാൽ ചോദിക്കുന്നു, അച്ഛനിപ്പോ എവിടെയാ? പുഞ്ചിരിച്ച് ജയപാലൻ പറയുന്നു, നിശ്ചയത്തിന് അരവിന്ദന്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക, നിങ്ങൾ അവിടെ ഇല്ലേ? നീ ഇപ്പൊ എവിടെയാടാ? ആരാ കരയുന്നത്? വിശാല് പറയുന്നു, അച്ഛാ, അരവിന്ദനങ്ങളും മരിച്ചു. ഇത് കേട്ട് ഞെട്ടി കണ്ണു നിറഞ്ഞ് ജയപാലൻ ചോദിക്കുന്നു, നീ എന്താടാ ഈ പറയുന്നത്? അരവിന്ദനോ? വിശാല് പറയുകയാണ്, അതെ അച്ഛാ, ഹാർട്ട് അറ്റാക്ക്, ബോഡി വീട്ടിലേക്ക് കൊണ്ടുവന്നു. പൊട്ടിക്കരഞ്ഞ അരവിന്ദാന്ന് ഉറക്കെ വിളിക്കുകയാണ് ജയപാലൻ. വിശാല് പറയുന്നു, അച്ഛൻ ഉടനെ വരണം, ഞാനും അമ്മ ഇവിടെ ഉണ്ട്. തുടർന്ന് അരവിന്ദന്റെ വീട്ടിലേക്ക് വന്ന ജയപാലൻ അയ്യോ അരവിന്ദാന്ന് വിളിച്ച് പൊട്ടിക്കരയുകയാണ്. വിശാലും കൂടെയുള്ള ആളും ജയപാലനെ താങ്ങി പിടിക്കുമ്പോൾ അവിടേക്കിരുന്ന് ഉറക്കെ കരയുകയാണ് ജയപാലൻ. ശേഷം അരവിന്ദന്റെ ബോഡിയുടെ അരികിലേക്ക് വന്ന് ചേർത്ത് പിടിച്ച് കരയുകയാണ് ജയപാലൻ. കരഞ്ഞുകൊണ്ട് ശാരദ പറയുന്നു, ഒരു വാക്ക് പോലും ആരോടും പറയാതെ പോയി. തുടർന്ന് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് വരാന്ന് പറഞ്ഞ് നിവിന്റെ കയ്യിൽ പിടിച്ചിട്ട് വിനീത് തന്റെ വീട്ടിലേക്ക് ഓടി പോവുകയാണ്. സുജാതയുടെ അരികിലേക്ക് വന്ന വിനീത് അരവിന്ദ് മരിച്ചുപോയ കാര്യം പറയുമ്പോൾ നെഞ്ചത്തടിച്ച് പൊട്ടിക്കരഞ്ഞ് അരവിന്ദന്റെ വീട്ടിലേക്ക് ഓടി പോവുകയാണ് സുജാത. പിന്നാലെ കരഞ്ഞുകൊണ്ട് ഓടി പോവുകയാണ് ഗീതയും വിനീതും. തുടർന്ന് ഏട്ടാന്ന് വിളിച്ച് വീട്ടിലേക്ക് ഓടി വന്ന സുജാത അരവിന്ദന്റെ ബോഡിയിൽ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. സുജാതയെ താങ്ങി പിടിക്കുകയാണ് വിനീത്. സുജാത ചോദിക്കുന്നു, അമ്മേ, ഏട്ടൻ എന്താ പറ്റിയത്? നീ ഇത്ര പെട്ടെന്ന് ഞങ്ങളെ എല്ലാവരെയും വിട്ടുപോയോ? കരഞ്ഞുകൊണ്ട് കാവേരി പറയുന്നു, രാത്രി സന്തോഷമായിട്ട് ഞങ്ങളോട് എല്ലാവരോടും സംസാരിച്ചതാ. വിനീതേട്ടനോടും സംസാരിച്ചതിന് ശേഷമാണ് അച്ഛൻ ഉറങ്ങാൻ കിടന്നത്. ഇപ്പം അച്ഛൻ ഞങ്ങളുടെ കൂടെ ഇല്ല. തുടർന്ന് നിശ്ചയത്തിനായി ഒരുങ്ങി അരവിന്ദന്റെ വീട്ടിലേക്ക് വരികയാണ് ഋഷിയും വീട്ടുകാരും. കാറിൽ നിന്നും ഇറങ്ങി അവർ സംശയത്തോടുകൂടി ചുറ്റും നോക്കുകയാണ്. അരികിലേക്ക് വന്ന ജയപാലൻ പറയുന്നു, ഞാൻ ആളെ അയച്ചിരുന്നു നിങ്ങളോട് പറയാനായിട്ട്, കേറി വാ. തുടർന്ന് എല്ലാവരുടെയും അരികിലേക്ക് വന്ന ജയപാലൻ പറയുന്നു, ഇത് പയ്യന്റെ വീട്ടുകാരാണ്. പൊട്ടിക്കരയുന്ന ഗംഗ വിഷമത്തോടുകൂടി ഋഷിയെ നോക്കുകയാണ്. ഋഷിയും വിഷമത്തോടുകൂടി ഗംഗയെ നോക്കുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് ശാരദ പറയുന്നു, ഇപ്പം നിശ്ചയം നടക്കേണ്ട സമയാ, ഇവിടെ എന്താ നടക്കുന്നതെന്ന് കണ്ടോ? അവരെ ഒന്ന് നോക്കിയിട്ട് ഉറക്കെ കരഞ്ഞുകൊണ്ട് സുജാത പറയുന്നു, അയ്യോ, കാലന്റെ കയറുമായിട്ടാണല്ലോ നിങ്ങൾ ഈ കുടുംബത്തിലേക്ക് കയറി വന്നത്. ഇത് കേട്ട് വിഷമത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കുകയാണ് ഋഷിയും വീട്ടുകാരും. എല്ലാവരും കരഞ്ഞുകൊണ്ട് അവരെ നോക്കുന്നു. ഋഷി വളരെ വിഷമത്തോടുകൂടി ഗംഗയെ നോക്കുന്നുണ്ട്. ജയപാലൻ പറയുന്നു, വാ നമുക്ക് പുറത്തേക്ക് പോകാം. അങ്ങനെ ഋഷിയെയും വീട്ടുകാരെയും കൂട്ടി പുറത്തേക്ക് പോവുകയാണ് ജയപാലൻ. തുടർന്ന് അരവിന്ദന്റെ ബോഡി എടുക്കുന്നതിനെ കുറിച്ച് എല്ലാവരോടും വന്ന് പറയുകയാണ് ജയപാലൻ. അയ്യോ വേണ്ടാന്ന് പറഞ്ഞ് ഉറക്കെ കരയുകയാണ് ശാരദയും മക്കളും മുത്തശ്ശിയും സുജാതയും ഗീതയും എല്ലാം. കരഞ്ഞുകൊണ്ട് ശാരദ ഓർക്കുന്നു അരവിന്ദനുമായുള്ള നല്ല നിമിഷങ്ങൾ. ശേഷം അരവിന്ദനെ ചിതയിലേക്ക് വെക്കുമ്പോൾ പൊട്ടിക്കരയുകയാണ് വിനീത്. കുറച്ചപ്പുറത്തായി നിന്ന് പൊട്ടിക്കരയുകയാണ് ഗംഗയും യമുനയും കാവേരിയും. വിഷമത്തോടുകൂടി വിനീതിനെ ചേർത്ത് പിടിക്കുകയാണ് നിവിൻ. ഒരാൾ ചോദിക്കുന്നു, ആരാ അരവിന്ദന് കൊള്ളി വെക്കുന്നത്? വിനീത് വെക്കട്ടെന്ന് ജയപാലൻ പറയുമ്പോൾ വിനീത് ചോദിക്കുന്നു, ഞാനോ? മക്കളായിട്ട് ആരുമില്ലേന്ന് ഒരാൾ ചോദിക്കുമ്പോൾ ഗംഗയും യമുനയും കാവേരിയും ഉറക്കെ പറയുന്നു, ഞങ്ങളുണ്ട്. ആൺമക്കൾ ആരുമില്ലേന്ന് ഒരാൾ ചോദിക്കുമ്പോൾ പൊട്ടിക്കരയുകയാണ് അവർ. ജയപാലൻ പറയുന്നു, അരവിന്ദന് 4 പെൺമക്കളാ, വിനീത് മരുമകനാ, അവൻ കൊള്ളി വെക്കട്ടെ. ഗംഗ പറയുന്നു, നമ്മുടെ അച്ഛന് നമ്മൾ വേണ്ട ഇതെല്ലാം ചെയ്യാൻ. കാവേരി പറയുന്നു, ജയപാലനങ്ങളെ, ഞങ്ങളുടെ അച്ഛന്റെ ചടങ്ങുകളെല്ലാം ഞങ്ങൾ ചെയ്യാം. വിനീത് പറയുന്നു, അവര് തന്നെ ചെയ്യട്ടെ ജയപാലനങ്ങളെ. ഇത് കേട്ട് അരവിന്ദന്റെ മക്കള് തന്നെ ചടങ്ങുകൾ ചെയ്യട്ടെന്ന് ജയപാലൻ പറയുകയാണ്.
തുടർന്ന് കരഞ്ഞുകൊണ്ട് അരവിന്ദന്റെ ചടങ്ങുകളെല്ലാം ചെയ്യുകയാണ് കാവേരിയും ഗംഗയും യമുനയും. പൊട്ടിക്കരഞ്ഞ് അരവിന്ദന്റെ ചിത കൊളുത്തുകയാണവർ. തുടർന്ന് വീട്ടിലേക്ക് വന്ന ജയബാലൻ ശാരദയും മക്കളെയും സുജാതയും മുത്തശ്ശിയും എല്ലാം ആശ്വസിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഞാനുണ്ട്, എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണമെന്നൊക്കെ പറയുന്നു. എന്റെ കൂട്ടുകാരന്റെ കുടുംബത്തിന് എന്നും ഞാനുണ്ടാകും. ശാരദയുടെ സഹോദരന്റെ സ്ഥാനത്ത് ഞാനുണ്ടാകും. അങ്ങനെ ജയബാലൻ വിശാലിനെയും നിവിനെയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ്. വിനീത് ഓർക്കുന്നു, ഈ കുടുംബത്തിന് എപ്പോഴും നീ ഉണ്ടാകണമെന്ന് അരവിന്ദൻ പറഞ്ഞത്. അടുത്ത ദിവസം അരവിന്ദന്റെ വീട്ടിലേക്ക് വരികയാണ് ജയപാലനും വിശാലും നിവിനും. ചിതാഭസ്മം അരവിന്ദന്റെ ഫോട്ടോയുടെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും. കാവേരി പൊട്ടിക്കരയുമ്പോൾ ജയപാലൻ പറയുന്നു, നീ വേണം ഈ കുടുംബത്തെ താങ്ങി നിർത്താൻ. കരയരുത്. നിന്റെ അച്ഛൻ ആൺകുട്ടികളെ പോലെയാണ് നിന്നെ വളർത്തിയത്. നീ കരയാൻ പാടില്ല. അങ്ങനെ ജയപാലൻ എല്ലാവരെയും ആശ്വസിപ്പിക്കുമ്പോൾ അവിടേക്ക് വരികയാണ് ഋഷിയുടെ അച്ഛൻ. ജയപാലൻ പറയുന്നു, ഞാൻ നിങ്ങളെ ഇന്ന് പ്രതീക്ഷിച്ചില്ല, ഫോൺ പോലും വിളിച്ചില്ലല്ലോ. ഋഷിയുടെ അച്ഛൻ പറയുകയാണ്, ഇങ്ങനെ ഒരു വിഷമം നിങ്ങളുടെ വീട്ടിലുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ജയപാലൻ പറയുന്നു, ഈ ദുരന്തം താങ്ങാനാകാതെ നിൽക്കുകയാണ് ഞങ്ങൾ എല്ലാവരും. ഋഷിയുടെ അച്ഛൻ പറയുന്നു, ഞങ്ങള് നിശ്ചയമാണെന്ന് കരുതിയാണ് വന്നത്, പക്ഷേ ഇവിടെ നടന്നത് മറ്റൊന്ന്. ഇവിടെയുള്ള ഒരു സ്ത്രീ എന്തൊക്കെയോ പറഞ്ഞു. ഇത് കേട്ട് എല്ലാവരും സുജാതയെ നോക്കുകയാണ്. ആരെന്ത് പറഞ്ഞു എന്ന് ജയപാലൻ ചോദിക്കുമ്പോൾ ഋഷിയുടെ അച്ഛൻ പറയുന്നു, കാലന്റെ കയറുമായിട്ടാണ് ഞാനും എന്റെ മകനും ഈ കുടുംബത്തിലേക്ക് കയറി വന്നതെന്ന് ഒരാൾ പറഞ്ഞു. അത് ഞങ്ങളുടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചു. വിനീത് പറയുന്നു, അയ്യോ സാർ, അത് എന്റെ അമ്മയാ പറഞ്ഞത്. സഹോദരൻ മരിച്ചതിന്റെ വിഷമത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാണ്, അത് മനസ്സിൽ വെക്കരുതേ. ഋഷിയുടെ അച്ഛൻ പറയുന്നു, ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ട് പോകാനാണ് ഞാൻ ഇവിടെ വരെ വന്നത്. എന്റെ മകന് ലീവ് വളരെ കുറച്ചേ ഉള്ളൂ. അവൻ തിരിച്ചു പോകുന്നതിന് മുമ്പ് കല്യാണം നടത്തണം. ഇത് കേട്ട് എല്ലാവരും ടെൻഷനോടുകൂടി നിൽക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു, എന്റെ മകൻ മരിച്ചിട്ട് 2 ദിവസം പോലും ആയില്ല, അതിനുള്ളിൽ കല്യാണത്തെ കുറിച്ച് പറഞ്ഞാൽ എങ്ങനെയാ? ഞങ്ങൾക്ക് കുറച്ച് സമയം വേണമെന്ന് ജയപാലൻ പറയുമ്പോൾ ഋഷിയുടെ അച്ഛൻ പറയുന്നു, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഒരു നല്ല കാര്യം സംസാരിച്ച ഉടനെ ഇവിടെ ഒരു ദുഃഖം നടന്നു. ഇനി ആ നല്ല കാര്യം നമ്മൾ നടത്താൻ പാടില്ല. അത് നമ്മുടെ 2 കുടുംബത്തിനും നല്ലതല്ല. അതുകൊണ്ട് ഈ കല്യാണം നടക്കില്ല. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ഋഷിയുടെ അച്ഛൻ അവിടെ നിന്ന് പോവുകയാണ്. ശാരദ പൊട്ടിക്കരയുകയാണ്. ഗംഗ വിഷമത്തോടുകൂടി അകത്തേക്ക് പോകുമ്പോൾ എല്ലാവരും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ജയപാലൻ വിഷമത്തോടുകൂടി എല്ലാവരെയും നോക്കുന്നു. കാറിലേക്ക് കയറാനായി തുടങ്ങിയ ഋഷിയുടെ അച്ഛന്റെ അരികിലേക്ക് ഓടിച്ചെന്ന് വിനീത് അപേക്ഷിക്കുന്നത് പോലെ സംസാരിക്കുകയാണ്. ഈ കല്യാണം നടക്കണമെന്നും നിശ്ചയം വരെ എത്തിയ കല്യാണം മുടങ്ങിപ്പോയാൽ ശരിയാകില്ല എന്നും ഒക്കെ ഋഷിയുടെ അച്ഛൻ പറയുന്നു. പെണ്ണിന്റെ അച്ഛൻ ഇപ്പം ജീവനോടെ ഇല്ല. ആര് മുന്നിൽ നിന്ന് കല്യാണം നടത്തും? കുറച്ചപ്പുറത്തായി നിന്ന് കാവേരിയും ഗംഗയും അവരെ ശ്രദ്ധിക്കുകയാണ്. ഞങ്ങൾ ഈ കല്യാണം നടത്തുമെന്ന് വിനീത് പറയുമ്പോൾ ഋഷിയുടെ അച്ഛൻ പറയുന്നു, അരവിന്ദൻ മകൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ സ്ത്രീധനമെല്ലാം ആര് തരും? നീ തരുമോ? അതൊന്നും ശരിയാകില്ല. ഈ സംസാരം ഇവിടെ അവസാനിച്ചു എന്ന് പറഞ്ഞ് ഋഷിയുടെ അച്ഛൻ കാറിൽ കയറി അവിടെ നിന്ന് പോകുമ്പോൾ പിന്നിൽ നിന്ന് വിഷമത്തോടുകൂടി സാർ സാർന്ന് ഉറക്കെ വിളിക്കുകയാണ് വിനീത്. വിനീത് കാവേരിയുടെയും ഗംഗയുടെയും അരികിലേക്ക് വന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഗംഗ അകത്തേക്ക് പോവുകയാണ്. കാവേരി പറയുന്നു, വിനീതേട്ടാ, സ്ത്രീധനം ആഗ്രഹിച്ചു വന്ന ഇവരൊക്കെ പോകുന്നത് തന്നെയാണ് നല്ലത്. ഈ കല്യാണം ഗംഗേച്ചിക്ക് നടക്കാതിരിക്കുന്നത് തന്നെയാണ് ഗംഗേച്ചിയുടെ ഭാവിക്ക് നല്ലത്. ശേഷം ജയപാലനും സുജാതയും എല്ലാം അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് ബാങ്കിൽ നിന്നും ആൾക്കാർ വരികയും 8 മാസമായിട്ട് അരവിന്ദൻ ലോൺ അടച്ചിട്ടില്ലെന്നും വീട് ജപ്തി ചെയ്യാൻ പോവുകയാണെന്നും പറയുകയാണ്. ഇക്കാര്യം വിനീതിനെ അറിയിക്കുകയാണ് കാവേരി. തുടർന്ന് വീട്ടിലേക്ക് വന്ന വിനീത് ജയപാലൻ അങ്കിളിനോട് കാര്യങ്ങൾ വിശദമായി ചോദിക്കണമെന്ന് പറയുകയും കാവേരി ജയപാലന്റെ ഫോണിലേക്ക് വിളിച്ച് സംസാരിക്കുകയുമാണ്. ഞാനിപ്പോൾ നാട്ടിലില്ല, നാളെ അവിടേക്ക് വരാമെന്ന് ജയപാലൻ പറയുന്നു. തുടർന്ന് യമുന വിശാലിന്റെ ഫോണിലേക്ക് വിളിച്ച് സംസാരിക്കുമ്പോൾ ജയപാലൻ പ്രവീണയുമായി സംസാരിക്കുന്നത് കേൾക്കുകയും ജയപാലൻ വീട്ടിലുണ്ടെന്ന് മനസ്സിലാക്കുകയുമാണ്. യമുന ഈ കാര്യം കാവേരിയോടും ഗംഗയോടും ശാരദയോടും പറയുകയാണ്. ജയപാലൻ ചതിക്കില്ല എന്ന് ശാരദ ഉറപ്പിച്ചു പറയുമ്പോൾ ശാരദയെ എതിർക്കുകയാണ് കാവേരിയും ഗംഗയും. തുടർന്ന് കാവേരി ജയപാലന്റെ വീട്ടിലേക്ക് വന്ന് സംസാരിക്കുകയും ജയപാലൻ അരവിന്ദനെ ചതിച്ചതാണെന്ന് മനസ്സിലാക്കുകയുമാണ്. കാവേരിയുടെ വാക്കുകൾ കേട്ട് ജയപാലൻ കാവേരിയുടെ നേരെ കൈ ഉയർത്തുമ്പോൾ കയ്യിൽ കയറി പിടിച്ച് തടയുകയാണ് കാവേരി. ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് പ്രവീണ. ജയപാലന്റെ ചതി തിരിച്ചറിഞ്ഞ കാവേരിയും ഗംഗയും യമുനയും അരവിന്ദന്റെ മരണത്തിന് പകരം ചോദിക്കാൻ തീ മഴയായി എത്തുകയാണ്. വരാനിരിക്കുന്നത് ആകാംക്ഷ നിറഞ്ഞ കിടിലൻ എപ്പിസോഡുകൾ. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്